ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സ് ആട്ടോ റെഡിയാക്കുന്നത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. വളരെ ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ. ഒരുപാട് എണ്ണൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ആട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തൊലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് മാറ്റാം. ഇതിലുള്ള വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ എന്തുണ്ടെങ്കിലും നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. കട്ടയില്ലാതെ വേണം ഉടച്ചെടുക്കാൻ. നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കോൺഫ്ലവർ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുഴച്ച് കൊടുത്തതിന് ശേഷം കുറവാണെങ്കിൽ കുറച്ചും കൂടി കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ പരത്തി കൊടുക്കുന്ന സമയത്ത് മുറിഞ്ഞ് പോവും. ഉരുളക്കിഴങ്ങിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വേണം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായി സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിൽ നിന്ന് ചെറിയൊരു ഉരുളാക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറുതാക്കി ഒന്ന് പരത്തിയെടുക്കാം. ബാക്കിയുള്ള മാവും ഇതുപോലെ പരത്തിയെടുക്കാം. ഇപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ട ഓരോന്നായി ഇട്ടുകൊടുക്കാൻ. പിന്നെ ഓരോന്ന് ഇട്ടുകൊടുത്ത് ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം ഇട്ടുകൊടുത്താൽ പറ്റും മറ്റൊന്ന്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും ഓരോന്നായിട്ട്. ഇനി ഇത് ഓരോന്ന് ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ടെടുക്കാം. ഇത് ഒരുപാട് സമയം എണ്ണയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും. പിന്നെ നമ്മൾ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണല്ലോ അതിലിട്ടെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നൊരു സ്നാക്സാണ് കേട്ടോ ഇത്. കൂടുതൽ ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് സോസിൻ്റെ കൂടെ അല്ലെങ്കിൽ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.